പുവർ തിങ് എന്നല്ലാതെ വേറെന്താ പറയുക, പാവം. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. കാരണം ജിൻഡോയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം. ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ. അപ്പം ജിൻഡോ വിന്നർ ആയപ്പോൾ സമയത്ത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ വിൻഡോ ജയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ജയിക്കാൻ താല്പര്യം തോന്നിയത് അവളെ തന്നെയായിരുന്നു, ജാസ്മിനെ തന്നെയായിരുന്നു. കാരണം ജാസ്മിൻ ആ ഒരു ഗബ്രി വിഷയത്തിൽ അവൾ മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ തന്നെയാണ് ഏറ്റവും യോഗ്യ ആയിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ബിഗ് ബോസിൽ, ഇപ്പോഴത്തെ ബിഗ് ബോസ്, കഴിഞ്ഞ ബിഗ് ബോസിൽ. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പും അവരുടെ പേഴ്സണൽ ലൈഫും എല്ലാം കൂടെ വന്ന് മിക്സപ്പ് ആയപ്പം അത് കൊളാബായി പോയതാണ്. അല്ലെങ്കിൽ സെബിൻ തന്നെ ആയിരുന്നു. അപ്പം ഈ ജിൻഡോ ഇത് പാസ്സാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിന് ഉള്ള അക്സെപ്റ്റൻസ് ആണ്. ലാസ്റ്റ് മിനിറ്റിൽ റോബിൻ സജസ്റ്റ് ചെയ്തത് ജിൻഡോയെ തന്നെയായിരുന്നു. സ്ത്രീവിരുദ്ധത അങ്ങേയറ്റം പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ അയാളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നതിൽ വളരെ വിഷമമുണ്ട്. കേട്ടപ്പോൾ സങ്കടം തോന്നി. എന്തോ ജിൻഡോയുടെ വിവാഹം മുടക്കം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ജിൻഡോ പറയുന്നത് കേൾക്കാം. ജിൻഡോ പ്രാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ജിൻഡോ ചേട്ടാ, വെൽക്കം ടു ആരോഗ്യ മീഡിയ. നമസ്കാരം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയൊരു അഫയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് ലാസ്റ്റ് മിനിറ്റിൽ ജിൻഡോ ചേട്ടൻ വിഡ്രോ ചെയ്തത്, അങ്ങനെയുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ചേട്ടൻ പറയാനുള്ളത്? അതായത് ചേട്ടന് ബിഗ് ബോസ് സീസൺ 6 വിന്നറാണ്. ആ പോപ്പുലാരിറ്റിയിൽ ചേട്ടൻ മറന്നു, ബാക്കിയെല്ലാം മറന്നുപോയി, തന്റെ കൂടെയുള്ള പാർട്ട്ണറെ വിട്ട്. അതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയൊരു അഫയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് ലാസ്റ്റ് മിനിറ്റിൽ ജിൻഡോ ചേട്ടൻ വിഡ്രോ ചെയ്തത്, അങ്ങനെയുള്ള ഒരു കാര്യം ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ജിൻഡോ ചേട്ടൻ. ജിൻഡോ പ്രാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ജിൻഡോ ചേട്ടാ, വെൽക്കം ടു ആരോഗ്യ മീഡിയ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയൊരു അഫയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് ലാസ്റ്റ് മിനിറ്റിൽ ജിൻഡോ ചേട്ടൻ വിഡ്രോ ചെയ്തത്, അങ്ങനെയുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ചേട്ടൻ പറയാനുള്ളത്? അതായത് ചേട്ടന് ബിഗ് ബോസ് സീസൺ 6 വിന്നറാണ്. ആ പോപ്പുലാരിറ്റിയിൽ ചേട്ടൻ മറന്നു, ബാക്കിയെല്ലാം മറന്നുപോയി, തന്റെ കൂടെയുള്ള പാർട്ട്ണറെ വിട്ട് കളഞ്ഞു എന്നുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഞാൻ തേച്ചു എന്നുള്ളൊരു വാക്ക് എനിക്കത് സോഷ്യൽ മീഡിയയോട് പറയേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞേക്കണത് പള്ളിയിൽ വെച്ചിട്ട് എൻ്റെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ അവർ വീട്ടുകാർക്കും ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് കെട്ടണമെന്ന് ആഗ്രഹം. കുട്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞാൻ പറയാം, എനിക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഞാൻ ആ കുട്ടീനെ ആരും അറിയില്ല. മനസ്സിലായി പറഞ്ഞത്, ആ കുട്ടീനെ ആരും അറിയില്ല. നമുക്ക് പറഞ്ഞതിന് കുഴപ്പമില്ല. കാരണം ആരുടെ ഫോട്ടോ ഞാൻ റിലീവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ലൈഫിൽ. ഞാൻ അത്ര സിൻസിയറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു കല്യാണം നടത്തണം എന്നാഗ്രഹിക്കുമ്പോൾ എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അത് കാണിക്കും. കാരണം ഇതുപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 10 ദിവസം മുമ്പ് കല്യാണത്തിനോട് മുമ്പ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർ അവരുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് അയച്ചു തരണം. എങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കി തരാണ് ആൾ വന്നു കഴിഞ്ഞാൽ. പിന്നെ അപ്പം നമുക്കത് എന്താ പറയുക, ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ആ ലൈഫിൽ അവർ പറയുന്ന ആ വേർഡ്സ്, അതായത് നമുക്ക് പേരിന് മാത്രം ഒരു ഭർത്താവ് മതി. ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ കല്യാണം തന്നെ വലിയൊരു രീതിയിൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു ആൽബം ഒക്കെ സെറ്റ് ചെയ്തു, എല്ലാ സെലിബ്രേഷനും റെഡി ആയിട്ട് തലേ ദിവസമാണ് ഇങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും ഒരു റീസൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ കാര്യം മനസ്സിലാക്കാതെ നമ്മളൊരു കല്യാണത്തിന്റെ ഒരു 8 ദിവസം മുമ്പാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് എത്രയും ലക്ഷങ്ങൾ എനിക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാം ഏൽപ്പിച്ച്. കാരണം എൻ്റെ കല്യാണം വരെ നമുക്ക് ഇന്ത്യയിൽ നടക്കാത്തൊരു സാധനം പറഞ്ഞാൽ 3D വിഷ്വൽ ഔട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 3D വിഷ്വൽ ഔട്ട് ഇറക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 3D കാണാൻ അവിടെ എന്നവർക്ക് 3D കാണാൻ കൊടുക്കും. അല്ലാണ്ട് 3D കാണാൻ വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. ആൽബം വരെ നമ്മൾ ആൽബം വരെ നമുക്ക് 3D കാണാൻ വെച്ചാൽ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് കല്യാണത്തിൻ്റെ സദ്യകൾ കാര്യങ്ങൾ എല്ലാം മറ്റുള്ള ആൾക്കാർ എനിക്ക് പല സാധനങ്ങളും അയച്ചു ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചോ ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഞാൻ അവരുടെ അയച്ചു തന്ന ആൾക്കാരോട് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ അത് ശരിയല്ലേ, അത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കണം. അതായത് തന്നപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ ഇത് അയച്ചു തന്നെ, നിങ്ങളെ എനിക്കിഷ്ടമുണ്ട്. എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയും, അവളുടെ വേറെ കുറേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എനിക്ക് തരാണ്. മനസ്സിലായി പറയാം. അപ്പോൾ അതുവരെ ഓക്കെ. പിന്നെയും എന്നോട് പറയാം, ഞാൻ വോയിസ് അയച്ചു തരാം, ഒന്ന് കേൾക്കാൻ പറയണം. അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ പറയണത് അറിയോ, അതായത് നിങ്ങൾ പേടിക്കുന്ന എനിക്കൊരു പേരിനൊരു ഭർത്താവ് അവിടെ മതി. അതായത് ഞാൻ അവിടേക്ക് സ്ഥിരമായിട്ട് ചെല്ലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയാം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുത്തേക്കണ എൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട്,
എൻ്റെ ലൈഫ് സ്റ്റൈലുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്, അതൊക്കെ കിട്ടുന്നുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, പോവും, നിൽക്കും, പോവും, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർക്ക് അറിയാൻ വ്യക്തമായിട്ട് ആളെപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വരണം, സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് പറയുമെങ്കിലും ഞാനത് മറ്റേ ചെയ്യണം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ഒരു മറുപടി അവർക്ക് കൊടുക്കുന്നത്. അതായത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് വരെ അവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക് എന്താ, എനിക്ക് നാട്ടിൽ പേരിന് ഭർത്താവ് മതി. അങ്ങനെ ഇത് കണ്ടും ഇതൊക്കെ കേട്ടും കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ, മനസ്സിലായോ, ഞാൻ ഉപേക്ഷിക്കണമല്ല, അവളും എന്നെ ഉപേക്ഷിക്കണമല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങനെ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും, മനസ്സിലായോ. അത് കഴിഞ്ഞിട്ടും ആൾക്കാരെ കെട്ടണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ സംസാരിച്ചത് ആ രീതി തന്നെ പോയായിരുന്നു. പിന്നെയും ഞാൻ വേണമെന്ന് വയ്ക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവർക്ക് കാലമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. പുള്ളി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വിവാഹമാണ്. പക്ഷെ പുള്ളിക്കാരത്തി ഒരു ജസ്റ്റ് ഒരു സെർവന്റിനെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തന്നെ അയാളുടെ രണ്ടാമത്തെ വിവാഹമാണ്. വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ പ്രൊപ്പോസൽ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് മാരേജ് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ അവഹേളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പലരും ഇങ്ങനെയാണ്, അവരുടെ ടൈം പാസിന് അല്ലെങ്കിൽ അവരുടെ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ചിലരൊക്കെ തന്നെ ഓൺലൈൻ ത്രൂ ഒക്കെ ഇങ്ങനെ കുറേ പ്രൊപ്പോസലൊക്കെ കൊടുക്കുകയും അവരെ വെച്ച് കുറേ നാൾ അവരുടെ ഒരു സെക്ഷൽ നീഡാണ്. ഐ മീൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ഒരു ചിലരൊക്കെ ഉണ്ടല്ലോ, ഓൺലൈൻ ത്രൂ ആളുകളെ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഞാൻ വിവാഹം കഴിക്കാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത്യാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സെക്സ് ഉണ്ടല്ലോ, ഫോൺ ത്രൂ സെക്സ്, അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികൾക്കും ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട്, ആൺകുട്ടികൾക്കും പറ്റാറുണ്ട്. അതൊക്കെ ഒരുതരം മോശപ്പെട്ടൊരു സംഗതിയാണ്. ബിക്കോസ് അവരുടെ ലൈഫിൽ അവരൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവരെ ടോർച്ചർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈഗർലി ദേ ആർ ലുക്കിംഗ് ഫോർ എ പേഴ്സൺ. ഒരു പാർട്ട്ണറെ നോക്കുന്ന സമയത്ത് അവരെ പോയി കാലങ്ങളോളം അവരെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവരെ വേറൊരു ഇതിൽ നിർത്തിയിട്ട് അവരുമായിട്ട് നല്ല സെക്സ് ചാറ്റൊക്കെ ചെയ്ത ശേഷം പിന്നീട് റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഡ്രോമയുണ്ടല്ലോ, അതൊരിക്കലും അതിൽ നിന്ന് ഓവർകം ചെയ്യാനൊക്കത്തില്ല. അതായത് ജിൻഡോയ്ക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടാകാതിരിക്കട്ടെ, പാവം രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ. എപ്പോഴും നമുക്ക് സമന്മാരായ ആളുകളുമായിട്ട് വേണം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ. ഒരു കാരണവശാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ബന്ധം തിരഞ്ഞെടുക്കരുത്. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഇന്ന രീതിയിലുള്ള ഒരാളായിരിക്കും എനിക്ക് ആപ്റ്റ് എന്നുള്ളത്. അത് ഓപ്പണായി വരുന്ന പാർട്ട്ണറോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെരി ബിഗിനിങ്ങിൽ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ല വെച്ചാൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് ഏറ്റവും ദോഷമായിട്ട് ഭവിക്കുകയുള്ളൂ. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി തിങ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പരസ്പരം മനസ്സിലാവാത്ത രണ്ട് വ്യക്തികൾ ഒന്നാവുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം നീണ്ടു പോകത്തില്ല. അതൊരു ഭയങ്കര ഡേഞ്ചർ സോണാണ്. വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് മാരേജ് ആ റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു യൂട്യൂബർക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോയതും സൂയിസൈഡ് അറ്റംപ്റ്റ് പോലുള്ള തമാശകളും കുസൃതികളൊക്കെ കാണിച്ചതിൻ്റെ കാരണവും അത് തന്നെയാണ്. അവർക്കൊരു ഓഫർ വെച്ചു. അവരുടെ ഒരു ഫോർത്ത് മാരേജ് ആണത്, ഫോർത്ത് മാരേജിനുള്ള ഒരു ഇതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ഈഗർലി ഒരു പാർട്ട്ണറെ നോക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ഞാൻ വിവാഹം കഴിക്കാം, ഞാൻ ഇത്ര പണമുള്ളവനാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് അട്രാക്ട് ചെയ്ത് അവരോടുത്ത് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ലേറ്റർ ഓൺ വേർഡ്സ് താല്പര്യമില്ല, അവരുടെ സോഷ്യൽ രീതിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കളയുന്നു എന്നൊക്കെ നിസ്സാര കാരണം പറഞ്ഞ് അവരെ ഉപേക്ഷിക്കുമ്പോൾ അവരിലൂടെ പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ഭയാനകമാണ് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഏതായാലും ജിൻഡോയ്ക്ക് ഇങ്ങനെയൊന്നും വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ എന്താ പറയണേ, ഒരുപാട് അങ്ങ് കിടന്ന് ഇളകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയെന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ വളരെ മോശം പറയുന്നൊരു ടേം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് കൂടുതൽ സ്ത്രീകളോട് ദേഷ്യം തോന്നാനാണ് ചാൻസ്. കാരണം അവൻ അത്രയും ആഗ്രഹിച്ച ഒരു ബന്ധത്തിൽ ആ പെണ്ണ് അവനെ ചതിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിനക്കൊക്കെ ഇത്രയും കുത്തിക്കഴപ്പുണ്ട്, നല്ല ടോയ്സ് കിട്ടുന്നു, അവളെ അസ്ലാം ആളിയെ വിളിച്ചു ചോദിച്ചാൽ അവൾ അതിൻ്റെ ഡീറ്റെയിൽ അതൊക്കെ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നതിനപ്പുറം മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരരുത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടാണ്? ഇത്തിരി സ്ത്രീവിരുദ്ധത ഉണ്ടെന്നല്ലാതെ ഒരു പാവപ്പെട്ടവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.